പേരയ്ക്ക കട്ട് ചെയ്ത് കഴിച്ചാലോ? എന്നാ ഒരു പേരയ്ക്ക. നമ്മൾ ഈ പേരയ്ക്ക കഴിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ പേരയ്ക്ക എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രമേഹ രോഗമുള്ളവർക്ക് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റും. കാര്യം നന്നായിട്ട് പഴുക്കാത്ത, അതായത് ഒരുപാട് പഴുക്കാത്ത പേരയ്ക്ക, നമ്മളിപ്പോൾ ചുവപ്പ് കളറായാലും വെള്ള കളറായാലും ഒരുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു പേരയ്ക്ക കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൂടത്തൊന്നുമില്ല. നല്ല രീതിയിൽ ഡയറ്ററി ഫൈബേഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പേരയ്ക്ക നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് മലശോധന, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തം മാറും. ഇനി വൈറ്റമിൻ സി നല്ല രീതിയിൽ കാണുന്നുണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും വൈറ്റമിൻ ഈ ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നതിനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ലോസ് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് പേരയ്ക്ക ഒരു നേരത്തെ ആഹാരമായിട്ട് നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെയിറ്റ് ലോസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കൊളസ്ട്രോളിനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. കാരണം ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അമിതവണ്ണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പേരയ്ക്ക കഴിക്കുന്നതെന്നൂടെ പറയാം. അതായത് ഞാൻ ഈ പേരയ്ക്ക എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പീസ് ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരുപാട് പഴുക്കാത്ത കേട്ടോ, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കും. അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതൊന്നും ഇടേണ്ട, ഡയറക്റ്റ് തന്നെ കഴിക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും BP സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ഇടാതെ ഡയറക്റ്റ് കഴിക്കുക. എന്നാൽ ടേസ്റ്റിന് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരയ്ക്ക നമ്മളിങ്ങനെ കഴിക്കുന്നതാണ്.